യാത്ര ചെയ്യുമ്പോൾ സുരക്ഷിതമായി ലക്ഷ്യത്തിലെത്തിച്ചേരുവാനാണ് നമ്മുടെയൊക്കെ ആഗ്രഹവും പ്രാർത്ഥനയും. എന്നാൽ ഈയിടെ ദൗർഭാഗ്യവശാൽ 190 യാത്രക്കാരുമായി ദുബായിൽ നിന്നും കോഴിക്കോടേക്ക് യാത്ര പുറപ്പെട്ട എയർ ഇന്ത്യ വിമാനം ഒരു വലിയ അപകടത്തിൽപ്പെടുകയുണ്ടായി. യാത്ര ചെയ്തിരുന്ന പലരും വിസ നഷ്ടപ്പെട്ടവരും ജോലി നഷ്ടപ്പെട്ടവരും ഏതു വിധേനയും തങ്ങളുടെ കുടുംബത്തിലെത്തിച്ചേരുവാൻ മാത്രം ആഗ്രഹിച്ചിരിക്കുന്നവരുമായിരുന്നു. കനത്ത മഴയാണ് അപകട കാരണമെന്ന് പറയപ്പെടുന്നു. വിമാനം നിലത്തിറക്കാൻ പോയ പൈലറ്റിന് അത് ശരിയാവില്ല എന്ന് തോന്നിയപ്പോൾ വീണ്ടും ടേക്ക് ഓഫ് ചെയ്യുകയും എന്നിട്ടും ശരിയാവാതിരുന്നപ്പോൾ വിമാനം നിലത്തേക്ക് ഇറക്കുകയുമായിരുന്നു. എൻജിൻ ഓഫാക്കിയെങ്കിലും റൺവേയിൽ വഴുക്കുള്ളതിനാലും കനത്ത മഴ പെയ്തുകൊണ്ടിരുന്നതിനാലും പൈലറ്റിന് നിയന്ത്രണം നഷ്ടപ്പെട്ട് വിമാനം റൺവേയിൽ നിന്നും തെന്നിമാറി റൺവേക്ക് 10 മീറ്ററോളം താഴെയുള്ള ചുമരിൽ ചെന്നിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ വിമാനം 2 പിളർന്നു. ആദ്യത്തെ 7 വരിയിലിരുന്ന യാത്രക്കാർക്കും പൈലറ്റിനും ജീവൻ നഷ്ടപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അപകടത്തിന് കാരണമായത് പൈലറ്റിൻ്റെ അനാസ്ഥയല്ല, മറിച്ച് മോശമായ കാലാവസ്ഥയും അപകട സാധ്യത കൂടുതലുള്ള ടേബിൾ ടോപ്പ് റൺവേയുമാണ്. എന്താണ് ടേബിൾ ടോപ്പ് റൺവേ? നമുക്ക് ഒന്ന് പരിശോധിച്ചു നോക്കാം. ഒരു മലമുകളിലോ പീഠഭൂമിയിലോ ഉള്ള റൺവേയെയാണ് ടേബിൾ ടോപ്പ് റൺവേ എന്ന് പറയുന്നത്. റൺവേയുടെ ഒരു ഭാഗമോ ചിലപ്പോൾ 2 ഭാഗങ്ങളുമോ ചെകുത്തായ താഴ്ചയിലേക്ക് ചെന്നെത്തുന്നതായിരിക്കും. ഇത്തരത്തിലുള്ള റൺവേകൾ ചിലപ്പോഴൊക്കെ പൈലറ്റിന് മായ കാഴ്ചകൾ സമ്മാനിക്കും. ഇതിനെ മറികടക്കാൻ പൈലറ്റ് ഏറെ ശ്രദ്ധാലുവാകേണ്ടതുണ്ട്. പക്ഷേ എത്ര തന്നെ പരിചയസമ്പന്നനായ പൈലറ്റായാലും ശരി, കനത്ത മഴയോ മഞ്ഞോ ഉണ്ടെങ്കിൽ ഈ ടേബിൾ ടോപ്പ് റൺവേയിൽ ദുരന്തങ്ങൾ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. ടേബിൾ ടോപ്പ് റൺവേയുള്ള മറ്റു ചില എയർപോർട്ടുകൾ കൂടി ഇന്ത്യയിലുണ്ട്. കേരളത്തിൽ കോഴിക്കോടും കണ്ണൂരും ടേബിൾ ടോപ്പ് റൺവേകളാണ്. പിന്നെ കർണാടകത്തിലെ മാംഗലൂറും മിസോറാമും. ഈ എയർപോർട്ടുകൾ ഏറ്റവും അപകട സാധ്യതയുള്ളവയായി കണക്കാക്കപ്പെടുന്നു. 2010 മെയ് 22 മാംഗ്ലൂരിൽ ഇതേപോലെ മറ്റൊരു അപകടം കൂടി ഉണ്ടായിരുന്നു. സാധാരണക്കാർ യാത്ര ചെയ്യുന്ന എയർപോർട്ടുകളിൽ ടേബിൾ ടോപ്പ് റൺവേകൾ സുരക്ഷിതമാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങൾ ടേബിൾ ടോപ്പ് റൺവേകളെക്കുറിച്ച് കൂടുതൽ ഗവേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ വീഡിയോയുമായി അധികം താമസിയാതെ തന്നെ നമുക്ക് കാണാം. കമൻറ്റുകളിൽ കൂടി നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം. ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ കണ്ടതിന് നന്ദി.